ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു മിനി വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്, ഞങ്ങളെ പഴയ തറവാട് വീട്. അന്നൊന്നും ഒരു മാറ്റമില്ലാതെ നിൽക്കുന്ന വീടാണിത്. 6 പെൺകുട്ടികൾ വളർന്ന വീട്. ഇപ്പം ആരുമില്ല, എല്ലാവരും കല്യാണം കഴിച്ച് പോയി. അങ്ങനെ പെരുന്നാൾക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞങ്ങളെ വീടിൻ്റെ പരിസരമാണ്. ഇതൊക്കെ കാണാൻ നല്ല വ്യൂ ആണ്. ഞാൻ ഇതിൻ്റെ വലിയ വീഡിയോ ഇടുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നല്ല സീനാണ് ഇവിടെയൊക്കെ കാണാൻ. നല്ല രസമുണ്ട്. ചോല, പുഴ, പാടം ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ ഈ പ്രദേശം. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് വൈകിട്ട് 6 മണിയൊക്കെ ആയിക്കണം വീട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത്. ഇതൊക്കെ ഞങ്ങളെ പറമ്പിൽ നടക്കുന്ന കോഴികളാണ്. കാട് പിടിച്ച് നടക്കുന്ന പറമ്പാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്ന് 6-6:30 ആയിക്കണ വീട്ടിൽ നിന്ന് പോരുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എടുത്ത പുഴയാണിത്. പുഴയുടെ ഒക്കെ ചെറിയ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ടൈം വൈകിയ കാരണം അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് വരണമെങ്കിൽ ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം. വണ്ടി കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇപ്പോൾ ബസ്സിൽ കയറി കുറ്റിപ്പുറം വന്നിറങ്ങി. ഇതിപ്പോൾ സംഭവം മലപ്പുറം ജില്ല, വളാഞ്ചേരി കഴിഞ്ഞിട്ട് പള്ളിപ്പടിയിൽ നിന്നാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാലടി. അപ്പോൾ കാലടിയിലേക്കാണ് പോണത്. അങ്ങനെ ഇവിടൊക്കെ കാണാൻ നല്ല രസമായിരിക്കണം. പാലം പണിയൊന്നും കംപ്ലീറ്റ് ആയില്ല. ഇപ്പോൾ ഒറ്റക്ക് പോയാലൊന്നും മനസ്സിലാവില്ല. ഏത് കൂടെ നോക്കിയാലും റോഡാണ്. ബസ് സ്റ്റോപ്പ് പോലും മറന്നുപോയി. അത്രയും നല്ല മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അത് പോകുന്നപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ട് ഞാനിടും. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രത്തോളം ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ മൈക്കൊന്നും ഇല്ലാതെ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത്. അപ്പോൾ താങ്ക് യു.